നമുക്കേ വൈകിട്ടേ ഒരു കേക്ക് ഉണ്ടാക്കാം, എളുപ്പത്തിൻ്റെ കേക്ക്. ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, മുട്ടയും വേണ്ട, ഒന്നും വേണ്ട. ഒന്നുമില്ലാതെ പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാം. അരമണിക്കൂറിനകം ഞാൻ ഉണ്ടാക്കുന്ന അരമണിക്കൂറിനകം അത്ര സമയമൊന്നും വേണ്ട. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ടാണ് അരമണിക്കൂർ പറഞ്ഞത്. ഒരു അരമണിക്കൂറിനകം ഞാൻ ഉണ്ടാക്കി ഞങ്ങൾ ചായ കുടിക്കാം. ചായ കുടിക്കൊന്നും ഇടത്തില്ല കേട്ടോ. എനിക്ക് അത്ര എല്ലാം കൂടെ ചെയ്ത് നിന്ന് ചെയ്യാൻ എനിക്ക് വയ്യണ്ട. ഉണ്ടാക്കി വെച്ച് തണുത്ത കഴിയുമ്പോഴത്തേക്ക് ചായ കുടിക്കാൻ സമയമാവും. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ചായ ആദ്യം തരാം. ഇതുണ്ടാക്കിയാണ് അടുപ്പിലോട്ട് വെച്ചിട്ട് ചായ ഇട്ട് തരാം. പിന്നെ കഴിക്കാനുള്ള കഴിക്കാം. അപ്പം ഞാനത് ഉണ്ടാക്കിയിട്ട് തരട്ടെ. കേക്ക് ഉണ്ടാക്കാനായിട്ടേ ഞാനിവിടെ എൻ്റെ 2 കപ്പ് 250-ൻ്റെ 2 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ട്. നല്ല 2 കപ്പ് ഗോതമ്പ് പൊടി. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു. അത് ഉപയോഗിക്കുകയും ചെയ്യാം, കേക്കും തിന്നാം. ഞാനിത് 2 കപ്പ് ഗോതമ്പ് പൊടിയുടെ അളവാണ് പറയുന്നത്. നമ്മളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കണക്കാക്കിയുള്ള അളവ് എടുത്തോണം. നമ്മളിതിൻ്റെ ഒരു അരിപ്പയ്ക്കകത്തേക്ക് ഇട്ടേക്കാണ്. ഇതിനെ അരിച്ചെടുക്കണം നമ്മൾ. നമ്മൾ ഗോതമ്പ് പൊടി അങ്ങനെ ഇടഞ്ഞിട വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നുണ്ടല്ലോ പഞ്ചസാര. ഇതെന്താണെന്നറിയാം, നമ്മൾ ഇത് കാണാമോ, ശ്രീയുടെ ഓർഗാനിക് ബ്രൗൺ ഷുഗർ. ഇത് സാധാരണ നല്ല പഞ്ചസാരയാണെന്ന് വെച്ചാൽ ബ്രൗൺ കളറിലിരിക്കും പഞ്ചസാര. നമ്മൾ വെള്ള പഞ്ചസാരയല്ല. ഇതിൽ 1 കപ്പാണ് ഞാൻ എടുക്കുന്നത്. ശർക്കരയോ സാധാരണ പഞ്ചസാര ഏത് വേണം ചേർക്കാം. ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്. നല്ല 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ചേർക്കുന്നത് ഇങ്ങനെയല്ല, നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചാണ് ചേർക്കുന്നത്. പഞ്ചസാര ഞാൻ നല്ലപോലെ പൊടിച്ചോണ്ട് വരാം. നമ്മൾ ആ പൊടിച്ചോണ്ട് വന്ന പഞ്ചസാര അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു, ആ ഗോതമ്പ് പൊടിക്കകത്തേക്ക്. അത് ബ്രൗൺ കളറ് ഷുഗറായിട്ടാണ് ഈ നിറത്തിലിരിക്കുന്നത്. നമുക്കിനി അതിനകത്തേക്ക് വേണ്ടുന്നത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടിയായിട്ടില്ലെങ്കിൽ 3-4 ഏലക്ക പഞ്ചസാരയുടെ കൂടെ ഇട്ടങ്ങ് പൊടിച്ചാലും മതി. ഞാനിവിടെ ഏലക്ക പൊടിയായിട്ടാക്കി വെച്ചിട്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 1/2 സ്പൂൺ നമുക്കൊരു മണത്തിന് മാത്രം. ഏലക്ക ആക്കുമ്പോൾ ടേസ്റ്റ് വരും അതിന്. പിന്നെ നമ്മൾ തേങ്ങ, 1 മുറി തേങ്ങ നമ്മളതിൻ്റെ ചിരട്ടയിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ പുറമേ ഉള്ള കറുപ്പ് നിറമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് നമുക്ക് എടുക്കണം. ഇതെല്ലാം ഈ മെഷറിംഗ് കപ്പ്, നമ്മൾ ആ ഗോതമ്പ് പൊടി അളന്ന മെഷറിംഗ് കപ്പിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ 1/2 കപ്പിൻ്റെ അതിനകത്തോ വേണം എടുക്കാനായിട്ട്. ഇതിങ്ങനെ പൊടിഞ്ഞ് വരുമ്പോൾ എല്ലാം ഒരേ അളവിൽ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. ഇത് നല്ലപോലെ പൊടിഞ്ഞാൽ മതി, അരയരുത്. നമ്മൾ ആ തേങ്ങ പൊടിച്ചുകൊണ്ട് വന്നത് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാം ഒരുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അരഞ്ഞില്ല, പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ പുറത്തേക്ക് തൊലി കളഞ്ഞുകൊണ്ട്, ആ ഇത് ചുരണ്ടി കളഞ്ഞുകൊണ്ട് നമുക്കതിനെ നല്ല വെളുത്ത നിറത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ട സാധനം ഏത്തയ്ക്ക. ഞാൻ എന്നിട്ട് കറുത്ത ഏത്തക്ക, നല്ലപോലെ പഴുത്ത കറുത്ത ഏത്തക്കയാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നെയ്ക്കകത്ത് നല്ലപോലെ മൂപ്പിച്ചുകൊണ്ടിരാം. അത് വേണം ചേർക്കാൻ. ഞാൻ മൂപ്പിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. നമ്മളിതേണ്ട ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്ത് മൂപ്പിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം വേണ്ട ഈ പൊടിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം അതിൻ്റെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ വഴറ്റി വെച്ചിരുന്ന ഏത്തക്ക അത് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മതി അതിൻ്റെ മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഒരു 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, സാധാരണ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിനകത്തേക്ക് ഒരു 1.5 കപ്പ് പാല് ചേർക്കണം. ആ മെഷറിംഗ് കപ്പിൽ തന്നെ ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി പാല് കൂടുതലാവരുത്, ഒത്തിരി അങ്ങ് ലൂസ് ആവരുത്. പിന്നെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. വേണ്ട ആ പാല് ചേർത്ത് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിനി കുറേശ്ശായിട്ട് 1/2 കപ്പ് പാലിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നോക്കാം. ഒരുപാട് ലൂസ് ആവരുത്.
ഇനി എന്താണ് ബേക്കിംഗ് സോഡ ഒരു ഒരു നല്ല 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വേണ്ട നാരങ്ങ, ചെറുനാരങ്ങ കുറച്ച് പിഴിഞ്ഞ് നീര് ഒഴിച്ചു കൊടുക്കാം. ആ ചെറുനാരങ്ങ നീരൊഴിക്കുമ്പോൾ ബേക്കിംഗ് സോഡ അതിൻ്റെ പതഞ്ഞ് വരുന്ന കേട്ടോ. അതിന് അരി വീഴുന്നെങ്കിൽ പെരക്ക് കളയണം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ലൂസ് മതി, ഒരുപാടങ്ങ് ലൂസായി പോകണ്ട. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടെ അങ്ങനെ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം, കൂടുതലാവരുത്. അത് പാല് നമ്മൾ ചേർക്കുമ്പോൾ ലൂസ് അനുസരിച്ച് വേണം പാല് ചേർക്കാൻ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ഇന്ന് വേണ്ടുന്ന കപ്പും സാധനങ്ങളൊക്കെ ശരിയാക്കൊണ്ട് വരാം. ഇനി ഞാൻ വേണ്ടി ഇതുപോലത്തെ കൊച്ച് ബൗളെന്ന് പറയാനൊക്കത്തില്ല, കപ്പെന്ന് മഫിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സൈസ് കുഞ്ഞ് കപ്പ് ഞാൻ വാങ്ങിച്ചത്. അതിനകത്ത് നമുക്ക് ഇച്ചിരി നെയ്യ് പുരട്ടാം. ഒരുപാട് വേണ്ട, നെയ്യൊരു മയം പുരട്ടണം. ഇത് കോരി വയ്ക്കുന്ന സാധനം എളുപ്പം ഇളകി വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന അരമണിക്കൂറിൻ്റെ അത്ര നേരം കൂടുതലായില്ലയോ എന്ന്. ഈ വീഡിയോ എടുത്ത് ഒക്കെ വരുമ്പോൾ ഇത്ര താമസിക്കുന്നത്, അല്ലാതെ ഉണ്ടാക്കുമ്പോൾ ഇത്ര സമയമൊന്നും ആവത്തില്ല. ഇതിലെല്ലാം തന്നെ നെയ്യ് പറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരുന്ന ബാറ്റർ അങ്ങോട്ട് കോരി ഒഴിക്കാം. ഒരു 3/4 ഇടം വരെ ഒഴിക്കാവുള്ളൂ, നിറച്ചൊഴിക്കരുത്. നമ്മൾ വെച്ചേക്കുന്ന ഇഡ്ഡലിക്കുട്ടകത്തിന് തട്ടിലാണ്. നമുക്ക് സ്റ്റീമറിലോ ഇഡ്ഡലിക്കുട്ടകത്തിന് തട്ടിലോ എവിടെ വെച്ചാലോ ഉണ്ടാക്കാം. ഇത് അതിന് ഓവനും ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ബീറ്ററില്ല, ഓവനില്ല, മുട്ടയില്ല, ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ ഒക്കുന്ന ഒരു സാധനമാണിത്. ചരിഞ്ഞ് നോക്കാം. ഇതുണ്ട്, നമ്മൾ ഇതിനകത്ത് ഇടുന്ന സാധനം തന്നെ ബദാമുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, പിന്നെന്തൊക്കെയുള്ള ഇതിനകത്ത് ഇത് പംകിൻ സീഡ്സ്, ഇതെല്ലാം മുറിച്ച് ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാൾനട്ട് പോലെ എന്തോ ഒരു സാധനം, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം. ഇത് അതിൻ്റെ അരി, ഈ സാധനം അതിൻ്റെ അരി ഇച്ചിരി വലുതായിട്ടിരുന്നത്. അങ്ങനെ സാധനം എല്ലാം ഡ്രൈ ഫ്രൂട്ട്സാണ്. അതൊക്കെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് അതൊക്കെ ഇടാം. നമ്മളിതേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിൻ്റെ മേളിലിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇടയ്ക്ക് ഒരു ഇച്ചിരി സമയം എൻ്റെ വീഡിയോയിൽ ചെറിയ തടസ്സം ഉണ്ടായി, അതുകൊണ്ട് ആ ഇട്ട ഭാഗമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഇപ്പം ഞാനെല്ലാം പരിഹരിച്ച് പിന്നെ ബാക്കിയുള്ള ഭാഗം എടുക്കുകയാണ്. നമുക്കിനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ആവിയിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമ്മളിതേണ്ട അങ്ങനെ ആ കേക്കിനെ അടുപ്പേ വെച്ച് 10-15 മിനിറ്റായി. ഇനി നമുക്കിതിനെ തുറന്ന് നോക്കാം. ഞാനത് തിളച്ച് കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കുത്തി നോക്കാം. കുത്തി നോക്കിയത് എൻ്റെ ഇതിലെങ്കിലും പറ്റുന്നില്ലെങ്കിൽ വെന്തെന്ന് നമുക്ക് ഊഹിക്കാം. വേണ്ട, വെന്തിട്ടുണ്ട്, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ അങ്ങ് അണച്ചു കൊടുത്ത് ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ കേക്കൊക്കെ ഇപ്പം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി നോക്കാം. അതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നിറസ് ചെയ്താൽ ആ നെയ്യ് വരട്ടി വെച്ചത് ഇളകി വരും. ഇനി നമുക്കിതിനെ ഇളക്കിയെടുക്കാനുണ്ടോ. നല്ല സൂപ്പർ കേക്ക്. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഇളക്കിയെടുക്കാം. അല്ലേ, ചായ കുടി കഴിഞ്ഞാലും കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോൺ ഉണ്ടാക്കി ഇച്ചിരി പണി മുടക്കിയോണ്ട്, ക്യാമറ ആയിട്ട് പണി മുടക്കിയോണ്ടേ ഇച്ചിരി ലേറ്റായി. കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. ഇത്ര ഇത് ആ ബ്രൗൺ കളറിലെ ഷുഗർ എത്ര ഇങ്ങനെ ഇരിക്കുന്നത്. വെള്ളയായിരുന്നെങ്കിൽ ഇച്ചിരി വെളുത്തിരുന്നതിന്, ശർക്കര ആണെങ്കിൽ ഇച്ചിരി നിറം കൂടി വരും. എന്നാലും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ എപ്പോഴും വേണ്ട, കളറൊന്നും ചേർക്കില്ല, ഒറിജിനലായിട്ടുള്ള സാധനം മതി. എങ്ങനെയുണ്ട്? അത് കഴിച്ചു, ഇത് ഞാൻ കഴിച്ചോളാം. അങ്ങനെയുണ്ട്? തണുത്തു. ഇനി തണുത്തിടയ്ക്ക് ബാക്കി ആവില്ലയോ, അതോടെ അതിനകത്ത് പൊരിച്ച് ബാക്കി ഉണ്ടാക്കണം. അതുണ്ടാക്കാം.
അപ്പോൾ അങ്ങ് നല്ല നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടോ. സോഫ്റ്റാണ്, മധുരമുണ്ട്. എല്ലാവരും ഓവനും ബീറ്ററും മുട്ട ചേർത്ത് ഓവനും ബീറ്ററൊക്കെ വെച്ച് ഒരു ദിവസം 2-3 മണിക്കൂറൊക്കെ പാട് പിടിച്ചുണ്ടാക്കുന്ന കേക്ക് ഞാൻ അരമണിക്കൂർ കൊണ്ടുണ്ടാക്കി. നല്ല എന്താ നട്ട്സൊക്കെ ഇട്ടിട്ട് ഹെൽത്തിയാണ്. വേറെ ഒരു സാധനം അഡീഷണൽ ചേർത്തിട്ടില്ല. സാധാരണ ബേക്കറിയുടെ ഈ സാധനം ഞാൻ തിന്നാത്തതുകൊണ്ട് അറിയത്തില്ല, എൻ്റെ മറ്റേതായിട്ടുള്ള കമ്പയർ ചെയ്യാൻ അറിയത്തില്ല. കുഴപ്പമില്ല, വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് ഞാൻ കഴിച്ചേ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ വ്യത്യസ്തമായ നല്ല രുചികളായിട്ട് നമുക്ക് വീണ്ടും രുചികൾ മാത്രമല്ല പല ക്രാഫ്റ്റ് വർക്കും ഒക്കെ കൊണ്ടുവരാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ കുറേ കാലം കൊണ്ട് ഇത് മാത്രമേ ഇടുന്നുള്ളൂ. മറ്റേ നമുക്ക് ചെയ്യാൻ ഇച്ചിരി സമയക്കുറവുള്ളതുകൊണ്ടാണ്. അതും ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.